തോറ്റ മത്സരമാണ് മുംബൈ ടീം അവസാനം പിടിച്ചെടുത്തത്. ബുംറ ഇന്ന് മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. 3 വിക്കറ്റാണ് ബുംറ നേടിയിട്ടുണ്ടായിരുന്നത്. അവസാന ഓവറുകളിൽ ബുംറയുടെ മികച്ച ബൗളിംഗാണ് തോൽക്കേണ്ട മത്സരം തിരിച്ചു പിടിച്ചത്. ആ ഒരു ഒറ്റ ഓവറിലാണ് കളി തിരിഞ്ഞത്. ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് ബുംറയ്ക്കായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ബുംറ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു മാച്ച് ജയിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. അവസാന നിമിഷം കളി കയ്യിൽ നിന്ന് പോയതായിരുന്നു. എന്നാൽ പിന്നീട് ഞങ്ങൾ കളി തിരിച്ചു പിടിച്ചു. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് രോഹിത് ശർമ്മയ്ക്കാണ്. ഞാൻ ആ ഒരു ഓവറിൽ 3 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഓവർ എറിയാൻ വന്നത് പാണ്ഡ്യയായിരുന്നു. എന്നാൽ രോഹിത് ശർമ്മയാണ് ആ തീരുമാനം മാറ്റിയത്. രോഹിത് ഓടി വന്ന് പാണ്ഡ്യയോട് ബുംറയ്ക്ക് ബൗൾ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഓവർ എറിഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കളി ജയിച്ചതും. ഇല്ലെങ്കിൽ ആ ഒരു ഓവറിൽ തന്നെ കളി തീർന്നേനെ. അത്രയ്ക്കും ഫോമിലായിരുന്നു പഞ്ചാബ് ടീമിലെ ബാറ്റ്സ്മാൻമാർ. രോഹിത് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് വിജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് രോഹിത് ശർമ്മയ്ക്കാണ്. അതുകൊണ്ട് ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരുന്ന മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് ബുംറ വ്യക്തമാക്കി. തോൽക്കേണ്ട മത്സരം വിജയിപ്പിച്ചത് രോഹിത് ശർമ്മ കാരണമാണ്. പാണ്ഡ്യ ആ സമയത്ത് ബൗൾ ചെയ്യാൻ എത്തിയതായിരുന്നു. പാണ്ഡ്യ ബോളെറിഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും കളി പഞ്ചാബ് ജയിച്ചേനെ. എന്നാൽ രോഹിത് ശർമ്മ അത് തടഞ്ഞു. ശേഷം ബുംറയെ കൊണ്ടാണ് ബൗൾ ചെയ്യിപ്പിച്ചത്. പാണ്ഡ്യ രോഹിത് ശർമ്മയുടെ തീരുമാനം അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ കളി തിരിച്ചു പിടിച്ചു. ബുംറ ആ ഒരു ഓവറിൽ റൺസ് വിട്ടുകൊടുത്തില്ല. അതാണ് മുംബൈ ടീമിന് വിജയപ്രതീക്ഷ നൽകിയത്. മത്സരം ഇത്രയ്ക്കും ത്രില്ലിംഗ് ആവുമെന്ന് ആരും തന്നെ കരുതിയില്ല. കളി മുംബൈ ജയിച്ചാലും പഞ്ചാബ് ടീമിലെ അശുതോഷ് ശർമ്മ മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. കളി പഞ്ചാബ് തോറ്റാലും അശുതോഷ് ശർമ്മ തന്നെയാണ് ഹീറോ. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.